പോസ്റ്റ് സർജിക്കൽ കോംപ്ലിക്കേഷൻസിനെ പറ്റി ആളുകളുടെ ഒരു ധാരണയോ അല്ലെങ്കിൽ ഒരു പ്രോബ്ലം അൺനെസസറി വറിയാണോ എന്ന് എനിക്കറിയില്ല. ആ വറി കൊണ്ടാണോ സർജിക്കൽ അപ്രോച്ച് സർജറി എന്നുള്ളൊരു അപ്രോച്ച് എപ്പോഴും പിന്നോട്ട് വലിയുന്നതിനൊരു റീസൺ? വൺ ഓഫ് ദ റീസൺസ് എന്ന് പറയുന്നത് പലപ്പോഴും പണ്ടത്തെ കാലത്ത് സർജറി കുറച്ചുകൂടെ കോംപ്ലിക്കേറ്റഡ് ആകുന്ന റീസൺ എന്ന് വെച്ചാൽ കോംപ്ലക്സ് സർജറി ചെയ്തു, പേഷ്യൻറ്റിന് പോസ്റ്റ് ഓപ്പറേറ്റീവ് പീരീഡിൽ നല്ല കെയർ കിട്ടിയാൽ മാത്രമേ പേഷ്യൻറ്റ് പെട്ടെന്ന് വീട്ടിൽ പോകാൻ പറ്റുള്ളൂ. 7-ാം ദിവസമോ 8-ാം ദിവസമോ വീട്ടിൽ പോകാൻ പറ്റുള്ളൂ. ഇപ്പം മേജർ സർജറി കഴിഞ്ഞിട്ടുള്ള കാര്യമാണ് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ICU മാനേജ്മെൻറ്റ്, പേഷ്യൻ്റെ ഇമ്മീഡിയറ്റ് പോസ്റ്റ് ഓഫ് പീരീഡിലുള്ള മാനേജ്മെൻറ്റ്, ആദ്യത്തെ ഒരു 2 days 3 days ഒരു സുപ്രാ മേജർ സർജറി കഴിഞ്ഞിട്ടുള്ള മാനേജ്മെൻറ്റ്. സർജിക്കൽ ഓൺകോളജി എന്ന് പറയുന്ന ഒരു സ്പെഷ്യാലിറ്റി അല്ലെങ്കിൽ ഒരു സൂപ്പർ സ്പെഷ്യാലിറ്റി ഒരുപാടൊന്നും എനിക്ക് തോന്നുന്നു നമ്മുടെ നാട്ടിൽ വളരെയധികം വെൽക്കമിങ് ആയിട്ട് ഉണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്ക് ഡൗട്ടാണ്. കാരണം വെച്ചാൽ സർജറി എന്ന് പറയുമ്പോൾ തന്നെ ഒരു ടെൻഷൻ എല്ലാവരുടെയും, പ്രോബബ്ലി പോസ്റ്റ് സർജിക്കൽ കോംപ്ലിക്കേഷൻസിനെ പറ്റി ആളുകളുടെ ഒരു ധാരണയോ അല്ലെങ്കിൽ ഒരു പ്രോബ്ലം അൺനെസസറി വറിയാണോ എന്ന് എനിക്കറിയില്ല. ആ വറി കൊണ്ടാണോ സർജിക്കൽ അപ്രോച്ച് സർജറി എന്നുള്ളൊരു അപ്രോച്ച് എപ്പോഴും പിന്നോട്ട് വലിയുന്നതിനൊരു റീസൺ? വൺ ഓഫ് ദ റീസൺസ് എന്ന് പറയുന്നത് പലപ്പോഴും പണ്ടത്തെ കാലത്ത് സർജറി കുറച്ചുകൂടെ കോംപ്ലിക്കേറ്റഡ് ആകുന്ന റീസൺ എന്ന് വെച്ചാൽ ക്യാൻസേഴ്സ് പലതും അഡ്വാൻസ് സ്റ്റേജിലാണ് കാണുന്നത്. അപ്പം ഏർലി സ്റ്റേജ് ആയിട്ട് കാണുന്ന ക്യാൻസേഴ്സിന് ഇപ്പോൾ ഞാൻ ഒരു എക്സാമ്പിൾ പറയുന്നത് ബ്രസ്റ്റ് ക്യാൻസർ തന്നെ, അല്ലെങ്കിൽ ഇപ്പം നമ്മുടെ വൻകുടലിൽ വരുന്ന ഒരു ക്യാൻസർ. അപ്പോൾ ഏർലി ആയിട്ട് കാണുവാണെങ്കിൽ നമുക്ക് ആ ഒരു അസുഖം മുറിച്ച് തുന്നി ചേർക്കുക, അല്ലെങ്കിൽ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ കുടലിൻ്റെ കാര്യമാണെങ്കിൽ അസുഖമുള്ള ഭാഗം മാറ്റിയിട്ട് ബാക്കി നോർമൽ കുടലിൻ്റെ ഫംഗ്ഷൻ പോലെ തന്നെയാണ് വരുന്നത്. പലപ്പോഴും അത് ഒരുപാട് ഹെൽപ്ഫുൾ ആണ്. ഡെഫിനറ്റ്ലി ഹെൽപ്ഫുൾ ട്രീറ്റ്മെൻറ്റ്, അതിൻ്റെ ക്യൂർ അതാണ്, അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് അല്ലെങ്കിൽ അതിൻ്റെ ചികിത്സാ രീതി, അതിൻ്റെ ഐഡിയൽ ചികിത്സാ രീതി അതാണ്. അഡ്വാൻസ്ഡ് ആയിട്ട് വരുമ്പോൾ നമുക്ക് സർജിക്കൽ ഓപ്ഷൻസ് വരാതെ വരുന്നു. ഇപ്പോഴത്തെ കാലത്ത് പണ്ടത്തെ അപേക്ഷിച്ച് വളരെ ഏർലി ആയിട്ട് തന്നെയാണ് മിക്ക പേഷ്യൻസും വരുന്നത് കേരളത്തിൽ. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്കും നമുക്ക് സർജിക്കലി അസുഖം ഭേദമാക്കാൻ പറ്റുന്ന അവസ്ഥയാണ്. Can we talk about the new techniques which are which has evolved during the time? Probably എനിക്ക് തോന്നുന്നു ലാസ്റ്റ് ഒരു ഡെക്കേഡ് എടുക്കുകയാണെങ്കിൽ ഒരുപാട് ഇംപ്രവൈസ്ഡ് ടെക്നിക്സ് been kind of introduced into the സിസ്റ്റം. ലാസ്റ്റ് നമ്മളൊരു ഡെക്കേഡ് എടുക്കുകയാണെങ്കിൽ മെയിനായിട്ടുള്ളത് എല്ലാ ഫീൽഡിലും ഒരു ഇൻ്റഗ്രേറ്റഡ് ആയിട്ടുള്ള ഒരു അഡ്വാൻസ്മെൻ്റ് ആണ് കാണുന്നത്. ഇപ്പോൾ സർജറി ആണെങ്കിലും സർജിക്കൽ ടെക്നിക്സ് ആണെങ്കിലും അപ്രോച്ചസ് ആണെങ്കിലും, ഫോർ എക്സാമ്പിൾ പണ്ട് ഓപ്പൺ സർജറി കൂടുതൽ ചെയ്യുവാണെങ്കിൽ ഇപ്പോൾ ഓപ്പൺ സർജറി ഇൻഡിക്കേറ്റഡ് ആയിട്ടുള്ള കേസുകൾ കുറവാണ്. അതേസമയം ചില ക്യാൻസേഴ്സിന് ഇപ്പോഴും നേരത്തെ ഡിറ്റക്ട് ചെയ്യുന്നത് അതല്ല ടൈപ്പ് ഓഫ് ക്യാൻസർ അനുസരിച്ചാണ്. ഫോർ എക്സാമ്പിൾ ഓവേറിയൻ ക്യാൻസറിന് ഇപ്പോഴും ഓപ്പൺ സർജറി തന്നെയാണ് സ്റ്റാൻഡേർഡ് പറയുന്നത്, വേൾഡ് ഓവർ സ്റ്റാൻഡേർഡ്, ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡ് അത് തന്നെയാണ്. പക്ഷേ ബാക്കി ഇപ്പോൾ കുടലിൻ്റെ ക്യാൻസർ, എൻഡോമെട്രിയൽ ക്യാൻസർ, ഇവയ്ക്കൊക്കെ മിനിമൽ ആക്സസ്, അതായത് കീ ഹോൾ സർജറി അല്ലെങ്കിൽ റോബോട്ടിക് സർജറി, ഇത് രണ്ടും സ്റ്റാൻഡേർഡ് ഓഫ് കെയർ ആയി വരുന്നുണ്ട്. അപ്പോൾ അതൊരു സർജിക്കൽ അഡ്വാൻസ്മെൻ്റ് ആണ്. അതേസമയം അതിൻ്റെ മറ്റേ വശം എന്ന് വെച്ച് കഴിഞ്ഞാൽ ICU കെയർ. നമ്മളൊരു കോംപ്ലക്സ് സർജറി ചെയ്തു, പേഷ്യൻറ്റിന് പോസ്റ്റ് ഓപ്പറേറ്റീവ് പീരീഡിൽ നല്ല കെയർ കിട്ടിയാൽ മാത്രമേ പേഷ്യൻറ്റ് പെട്ടെന്ന് വീട്ടിൽ പോകാൻ പറ്റുള്ളൂ. 7-ാം ദിവസമോ 8-ാം ദിവസമോ വീട്ടിൽ പോകാൻ പറ്റുള്ളൂ. ഇപ്പം മേജർ സർജറി കഴിഞ്ഞിട്ടുള്ള കാര്യമാണ് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ICU മാനേജ്മെൻറ്റ്, പേഷ്യൻ്റെ ഇമ്മീഡിയറ്റ് പോസ്റ്റ് ഓഫ് പീരീഡിലുള്ള മാനേജ്മെൻറ്റ്, ആദ്യത്തെ ഒരു 2 days 3 days ഒരു സുപ്രാ മേജർ സർജറി കഴിഞ്ഞിട്ടുള്ള മാനേജ്മെൻറ്റ്, ഇതെല്ലാം അഡ്വാൻസ്ഡ് ആയി. അപ്പോൾ അത് കാരണം പേഷ്യൻറ്റ് സർജറി കഴിഞ്ഞിട്ട് ഉടനെ ക്രാഷ്, ഇപ്പോൾ സർജറി സക്സസ്ഫുൾ വിത്ത് പേഷ്യൻറ്റ് എക്സ്പയർഡ് എന്ന് പണ്ട് പറയുന്നത്, തമാശക്കാരാണെങ്കിലും പറയുന്നത് അതൊരു ക്യാൻസറിനെ സംബന്ധിച്ചിടത്തോളം ഒരു വാസ്തവമുള്ളൊരു കാര്യമായിരുന്നു. അപ്പോൾ അതിൽ നിന്നൊക്കെ ഒത്തിരി വ്യത്യാസം വന്നു. അതുപോലെ ഓപ്പറേഷന് മുന്നേ ഉള്ള പ്രീ ഒപ്റ്റിമൈസേഷൻ, അതായത് പേഷ്യൻറ്റിൻ്റെ ന്യൂട്രീഷൻ, ഇപ്പം ഇന്ന് വന്ന് നാളെ സർജറി ആയിരിക്കില്ല പേഷ്യൻറ്റ്, പലപ്പോഴും പേഷ്യൻറ്റിനെ ഒപ്റ്റിമൈസ് ചെയ്യണം, പേഷ്യൻ്റെ ഹാർട്ട് ഫങ്ഷൻസ് ഇമ്പ്രൂവ് ചെയ്യണം, അവരുടെ ഷുഗർ ലെവൽ കൺട്രോൾ ചെയ്യണം, പലപ്പോഴും അവരുടെ ന്യൂട്രീഷൻ ഇമ്പ്രൂവ് ചെയ്യണം, അവരുടെ ലങ് ഫങ്ഷൻ ഇമ്പ്രൂവ് ചെയ്യണം. ഇതെല്ലാം നമ്മളൊരു സർജിക്കൽ ഓങ്കോളജിസ്റ്റ് നിലയ്ക്ക് പേഷ്യൻറ്റിനെ കണ്ടിട്ട് പേഷ്യൻറ്റിനെ റീഅഷ്യൂർ ചെയ്യും. നിങ്ങൾക്ക് ഇന്ന് വന്ന് ഈ ക്യാൻസർ 2 ദിവസം കൊണ്ട് വളരാൻ പോകുന്നില്ല, പക്ഷേ നിങ്ങളുടെ ആരോഗ്യസ്ഥിതി ഒന്ന് മെച്ചപ്പെട്ടിട്ട് നമുക്കൊരു 5 days വെയിറ്റ് ചെയ്തിട്ടായിരിക്കും സർജറിക്ക് ഐഡിയൽ എന്ന് പറഞ്ഞ് നമ്മൾ മനസ്സിലാക്കുന്നത്. റിസ്ക് ഫാക്ടേഴ്സും അതുപോലെ തന്നെ പേഷ്യൻ്റെ റിക്കവറി ഫാസ്റ്റ് ആക്കുകയാണ്. നേരത്തെ ഒരു സർജറി കഴിഞ്ഞ് പേഷ്യൻ്റ് 3 ആഴ്ച കിടപ്പാവുകയാണെങ്കിൽ ഇതിപ്പോൾ പേഷ്യൻറ്റിനെ നമ്മൾ പോസ്റ്റ് ഓഫ് ഡേ 1 ICUവിൽ നടത്തിയിട്ടാണ് റൂമിലേക്ക് മാറ്റുക. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങൾ നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കുന്നു. പിന്നെ അതുപോലെ കീമോതെറാപ്പിയിലും അതുപോലെ ഇമ്മ്യൂണോതെറാപ്പി, ഇതിലെല്ലാം അഡ്വാൻസസ് വന്നിട്ടുണ്ട്. അപ്പോൾ ഏത് പേഷ്യൻ്റ്, നമ്മളിപ്പോൾ സർജിക്കൽ ഓങ്കോളജിസ്റ്റ് നിലയ്ക്ക് എനിക്കൊരു അഡ്വാൻറ്റേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പേഷ്യൻറ്റിനെ കാണുമ്പോൾ ആ പേഷ്യൻ്റെ എല്ലാ മാനേജ്മെൻറ്റും, അതായത് ക്യാൻസർ സംബന്ധമായ എല്ലാ കാര്യങ്ങളും, അതായത് സർജറി മാത്രമല്ല, ആ പേഷ്യൻ്റ് കീമോ ആവശ്യമുണ്ടോ, കീമോ ആവശ്യമുണ്ടെങ്കിൽ സർജറിക്ക് മുന്നേ കീമോ കൊടുക്കണോ അല്ലെങ്കിൽ സർജറി കഴിഞ്ഞിട്ട് കീമോ കൊടുത്താൽ മതിയോ, പേഷ്യൻറ്റിന് സർജറി അവോയ്ഡ് ചെയ്യാൻ പറ്റുന്ന കേസുണ്ട്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ സെർവൈക്കൽ ക്യാൻസറിൽ ചിലപ്പോൾ റേഡിയേഷൻ ആയിരിക്കും ട്രീറ്റ്മെൻറ്റ് വരിക. ഇത്തരം കാര്യങ്ങൾ, സർജറി കൊണ്ട് പേഷ്യൻറ്റ് ദോഷം ഉണ്ടാവുമോ, പേഷ്യൻറ്റ് ബെനിഫിറ്റ് ഉണ്ടാകുമോ, ഇത്തരം കാര്യങ്ങളെല്ലാം നമുക്ക് ഇൻ്റഗ്രേറ്റ് ചെയ്ത് പോകും. ഇപ്പോൾ നമ്മളിവിടെ വർക്ക് ചെയ്യുന്ന ഒരു യൂണിറ്റ് ആയിട്ടാണ്.
ഇൻ്റർനാഷണൽ സ്റ്റാൻഡേർഡ്സ് പറയുന്നത് ക്യാൻസർ ഷുഡ് ബി മാനേജ്ഡ് ബൈ ഒരു ടീം ഓഫ് ഡോക്ടേഴ്സ്. മൾട്ടി ഡിസിപ്ലിനറി ടീം എന്നാണ് MDT, മൾട്ടി ഡിസിപ്ലിനറി ടീം എന്നാണ്. നമുക്കിവിടെ ട്യൂമർ ബോർഡ്സ് ഉണ്ട്. അപ്പം ഒരുമാതിരി കേരളത്തിലെ എല്ലാ മേജർ ക്യാൻസർ സെൻറ്റേഴ്സിലും ഇപ്പോൾ അതാണ് സ്റ്റാൻഡേർഡ് ഓഫ് കെയർ. അപ്പോൾ MDTയിൽ ഡിസ്കസ് ചെയ്തിട്ട് മെഡിക്കൽ ഓങ്കോളജി ഡോക്ടേഴ്സും സർജിക്കൽ ഓങ്കോളജിസ്റ്റും റേഡിയേഷൻ ഓങ്കോളജിസ്റ്റും പത്തോളജി ഡോക്ടേഴ്സ്, റേഡിയോളജിയിലെ ഡോക്ടേഴ്സ്, ഇവരെല്ലാവരും ന്യൂക്ലിയർ മെഡിസിനിലെ ഡോക്ടേഴ്സ്, ഇവരെല്ലാവരും ഒരു ടീമായിട്ട് വർക്ക് ചെയ്തിട്ടാണ് പേഷ്യൻറ്റിന് എന്താണ് ഐഡിയൽ എന്ന് തീരുമാനിക്കുന്നത്. അപ്പോൾ അത്തരം കാര്യങ്ങൾ തീരുമാനിക്കാനും ഇപ്പം നമ്മൾ മെഡിക്കൽ ഓങ്കോളജി ഡോക്ടേഴ്സായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും റേഡിയേഷൻ ഡോക്ടേഴ്സായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും ഒക്കെ ട്യൂമർ ബോർഡ്സ് ഒക്കെ ഉണ്ട് അല്ലേ? ട്യൂമർ ബോർഡും അതുപോലെ തന്നെ നമുക്ക് തന്നെ അറിയാം ഈ പേഷ്യൻ്റ് ഇതാണ് വേണ്ടത്. അപ്പോൾ അതൊരു ടീമായിട്ട് വർക്ക് ചെയ്യുമ്പോൾ പേഷ്യൻസിന് ഐഡിയൽ ഓപ്റ്റിമൽ റിസൾട്ട്സ് കിട്ടും. ഓക്കെ. പലവരുടെയും ഒപ്പീനിയൻ എടുക്കുമ്പോൾ ഒബ്വിയസ്ലി യു ഗെറ്റ് ദ ബെസ്റ്റ് ഔട്ട് ഓഫ് ഇറ്റ് അല്ലേ? ഡെഫിനറ്റ്ലി. പിന്നെ റീസെൻറ്റ് അഡ്വാൻസസ് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ ഇൻ്റഗ്രേറ്റഡ് ട്രീറ്റ്മെൻറ്റ്, അതായത് സർജറിയും കീമോതെറാപ്പിയും കൂടെ കമ്പൈൻ ചെയ്യുന്നത്. ഒരു ബെസ്റ്റ് എക്സാമ്പിൾ ഓവേറിയൻ ക്യാൻസറിലാണ്. ഓവേറിയൻ ക്യാൻസറിൽ പണ്ട് 3 സൈക്കിൾ അഡ്വാൻസ്ഡ് ആയിട്ട് വരുന്ന പേഷ്യൻസിന് നമ്മൾ 3 സൈക്കിൾ കീമോതെറാപ്പി കൊടുക്കും, സർജറി ചെയ്യും, പിന്നെ 3 സൈക്കിൾ കീമോതെറാപ്പി കൊടുക്കും. അത് കഴിഞ്ഞ് പിന്നെ ഫോളോ അപ്പിലായിരിക്കും. ഇപ്പോൾ നൂതനമായിട്ട് നമ്മൾ ചെയ്യുന്ന ഒരു കാര്യം ഹൈപെക് എന്ന് പറഞ്ഞൊരു കാര്യമാണ്. ഹൈപെക് വേൾഡ് ഓവർ സ്റ്റാൻഡേർഡായി വരുന്നേ ഉള്ളൂ. പലപ്പോഴും പലയിടത്തും അതത്ര ഫുള്ളി ആക്സെപ്റ്റ് ചെയ്തിട്ടില്ല, കാരണം അതിൻ്റെ ടെക്നോളജിക്കൽ കാര്യങ്ങൾ അവൈലബിൾ അല്ലാത്ത കാരണം. അതിൽ നമ്മൾ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ 3 സൈക്കിൾസ് കീമോതെറാപ്പി കൊടുത്തതിന് ശേഷം സർജറി ഓൺ ടേബിൾ തന്നെ, സർജറി കഴിഞ്ഞ് ഒരു 60 to 90 മിനിറ്റ്സ് വയറിനുള്ളിൽ കീമോതെറാപ്പി ഡ്രഗ് വെച്ച് വാഷ് ചെയ്യും. അപ്പോൾ യു ആർ കമ്പൈനിങ് സർജറി വിത്ത് ഹീറ്റഡ് ഇൻട്രാപെട്രോണിക് കീമോതെറാപ്പി. അപ്പം അത് വെച്ചിട്ട് പേഷ്യൻ്റ് മൈക്രോസ്കോപ്പ് കാഴ്ചപ്പെടാത്ത രീതിയിലുള്ള ട്യൂമർ സെല്ലുകളെ നശിപ്പിച്ച് കളയുന്നു എന്നാണ് അതിൻ്റെ കോൺസെപ്റ്റ് ഉള്ളത്. അത് കഴിഞ്ഞ് സർജറി കഴിഞ്ഞിട്ട് പണ്ട് ഈ ഹൈപെക് ചെയ്യുമ്പം പേഷ്യൻറ്റിന് മോർബിഡിറ്റി, അതായത് ICU കെയറൊക്കെ മോശമായിരുന്ന കാലത്ത് പേഷ്യൻറ്റിന് ബുദ്ധിമുട്ടുകൾ കൂടുതലായിരുന്നു. പക്ഷേ ഇപ്പോൾ ഞാൻ പറഞ്ഞ പോലെ പോസ്റ്റ് ഓപ്പറേറ്റീവ് കെയർ ഇത്ര അഡ്വാൻസ് ആയത് കാരണം ഈ പ്രൊസീജിയർ പേഷ്യൻസ് ടോളറേറ്റ് ചെയ്യുന്നുണ്ട്. കംപ്ലീറ്റ്നെസ്സും കൊടുക്കുന്നു, അതോടൊപ്പം തന്നെ പേഷ്യൻറ്റ് ടോളറേറ്റ് ചെയ്യുന്നു. മിക്ക പേഷ്യൻസ് ഇത് ടോളറേറ്റ് ചെയ്യുന്നു. അപ്പോൾ അതിനുശേഷം വീണ്ടും അതിന് ഈ ടോളറൻസിന് ഒരു പ്രിപ്പറേഷനിൽ എന്തെങ്കിലും, അതെ, നമ്മളിപ്പം പേഷ്യൻസ് കീമോതെറാപ്പി സെക്കൻഡ് സൈക്കിൾ അല്ലെങ്കിൽ തേർഡ് സൈക്കിൾ കീമോതെറാപ്പി കഴിയുമ്പോഴേ മെഡിക്കൽ ഓങ്കോളജിസ്റ്റിന് അറിയാം ഈ പേഷ്യൻറ്റ് ഹൈപെക് ആവശ്യമുണ്ട്. അപ്പം സർജറിയുടെ തലേന്നല്ല നമ്മളെ കാണിക്കുന്നത്, ഒരു 2 weeks 3 weeks ബാക്ക് തന്നെ നമ്മളെ കാണിക്കുന്നു.